സ്നേഹിക്കുന്നവർ ഈ ഒരു സമയത്ത് ചെയ്യേണ്ട ഏറ്റവും വലിയ നന്മ എന്നുള്ളത് സുപ്രഭാതം ക്യാമ്പയിൻ വൻ വിജയമാക്കണം എന്നുള്ളതാണ്. പലയിടത്തു നിന്നും കോളുകൾ വരുന്നുണ്ട്. ക്യാമ്പയിൻ പ്രവർത്തനം പരാജയപ്പെടുത്താൻ വേണ്ടി, ക്യാമ്പയിൻ പ്രവർത്തനം മുമ്പൊന്നുമില്ലാത്ത രൂപത്തിൽ ക്യാമ്പയിൻ പ്രവർത്തനത്തിന് ചില നിഗൂഢ ശക്തികൾ കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ഇവിടെ കൃത്യമായി നമുക്ക് റിപ്പോർട്ട് ലഭിച്ചിട്ടുണ്ട്. അവരോടൊക്കെ നമുക്ക് പറയാനുള്ളത്, കേവലം ഒരു സമസ്തയുടെ പത്രം മാത്രമല്ല, SKSFന്റെ പത്രം മാത്രമല്ല, SYSന്റെ പത്രം മാത്രമല്ല, ഇത് സമുദായത്തിന്റെ പത്രമാണ്. സമുദായത്തിന്റെ നെരിലേക്ക് വരുന്ന എല്ലാ ഒളിയമ്പുകളെയും തകർത്തത് കൊണ്ടാണ് ഈ ഒരു അടുത്ത കാലത്തുനിന്ന് സമുദായത്തിനകത്തെ പ്രശ്നങ്ങൾ കൂടുതൽ ചർച്ച ചെയ്യപ്പെടാത്തത്. കാരണം ആരെങ്കിലും സമുദായത്തെ തോണ്ടാൻ വന്നാൽ, നിങ്ങൾക്കറിയാമല്ലോ എന്റെ പ്രിയമുള്ളവരെ, ബഹുഭാരത്വം ഇവിടെ കടന്നു വന്നപ്പോ ബഹുമാന്യനായിരിക്കുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പത്രം സുപ്രഭാതം പിറ്റേ ദിവസം ഈ നാട്ടിലുള്ള സിനിമാ നടന്മാർ ഒഴിവാക്കിയത്, അവർ തൊലാക്ക് ചൊല്ലിയത്, അതുപോലെ തന്നെ സാഹിത്യകാരന്മാർ ഭാര്യയെ വിഷമിപ്പിച്ചത്, കൃത്യമായി കോളങ്ങൾ നടത്തിയപ്പോ അത് കൊണ്ടുവന്ന പത്രമുതലാളിമാർ സുപ്രഭാതത്തിലേക്ക് വിളിച്ചു പറഞ്ഞു, ഇനി പറയരുത്. ഓക്കെ, ഞങ്ങൾ പറയില്ല, പക്ഷെ നിങ്ങളും ബഹുഭാരത്വത്തെയും തൊലാഖിനെയും ഇസ്ലാമിന്റെ ശരീഅത്തിനെയും കുറിച്ച് പറയാൻ നിങ്ങൾ മുന്നോട്ട് വരരുത് എന്ന് സുപ്രഭാതം പറഞ്ഞപ്പോഴാണ് നിർത്തിയത്. എല്ലാ കാര്യം അങ്ങനെ, MESന്റെ വിഷയം അങ്ങനെ, ഏത് വിഷയം വരുമ്പോഴും നമുക്കൊരു വെപ്പണായി, ഒരു ആയുധമായി എന്ന് പറയുന്ന പോലെ, മുഅ്മിനിന്റെ ഏറ്റവും വലിയ ആയുധം ദുആ എന്ന് പറയുന്ന പോലെ, ആ ദുആഇനോടൊപ്പം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് ഒരു പടവാളുണ്ട്, അത് സുപ്രഭാതമാണ്. ആ